ഹലോ, നമുക്കിതിൽ കാണുന്ന പോലത്തെ DC ഫ്ലവർ ചെയ്താലോ? അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ ഇടേണ്ടത് ഒരു മാജിക് റിംഗ് ആണ്. നമ്മൾ മാജിക് റിംഗ് ഇട്ടതിന് ശേഷം ചെയ്യാൻ വേണ്ടി ഈസിക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിൽ യാൺടൈൻ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ 6 SC ഇടുക, അഥവാ 5 more SCs ആഡ് ചെയ്ത് കൊടുക്കുക. 5 SCs ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്ത ഫസ്റ്റ് SCയിലോട്ട് നമ്മൾ വീണ്ടും ഒരു SC ചെയ്യുക. ഇതിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. അപ്പോൾ എല്ലാ ചെയിനിലും ഇൻക്രീസസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് തന്നെ 2 SC ആണ് ഇടേണ്ടത്. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ആ റൗണ്ടിൻ്റെ ലാസ്റ്റിൽ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ചെയ്ത SCയിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ആഡ് ചെയ്യുന്നതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. SC അല്ല, സ്ലിപ്പ് സ്റ്റിച്ച് ആണ് കേട്ടോ. ദെൻ ഞാൻ കുറച്ച് വലിച്ചതിന് ശേഷം കട്ട് ചെയ്യാം. ഇനി പെറ്റൽസിനെ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. പെറ്റൽസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് യാണിനെ ഇൻസേർട്ട് ചെയ്തെടുക്കുക. അതിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ദെൻ 3 ചെയിൻസ് ഇടുക. ദെൻ നെക്സ്റ്റ് ഉള്ള ചെയിൻ ഉണ്ടല്ലോ, അതിലോട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യാമെന്നറിയാമല്ലോ അല്ലേ. 2 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും 3 ചെയിൻസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ശേഷം നെക്സ്റ്റ് ചെയിനിലോട്ട്, അഥവാ SCയുടെ ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വീന്ന് കാണുന്നതാണ് കേട്ടോ ഓരോരോ ചെയിൻസ്. സ്ലിപ്പ് സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അതേപോലെ കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് പെറ്റലത്തെ 3 ചെയിൻസാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പെറ്റലിൻ്റെ ഫസ്റ്റ് ചെയിൻ ചെയ്തല്ലോ, ആ ഒരു ചെയിനിലോട്ട് ഹുക്കിന് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നേരെ ഞാൻ ഓവർ ചെയ്താൽ പുൾ ത്രൂ ചെയ്യാം. ദെൻ ഞാൻ അത്യാവശ്യം വലിച്ചതിന് ശേഷം കട്ടാക്കുക. സ്വിങ് ചെയ്യുന്ന ക്ലിപ്പ് ജസ്റ്റ് എൻ്റെ ഒന്ന് മിസ്സായി. ഇതാണ് അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആക്കുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.